കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നൊരു പരാതി വരുന്നുണ്ട്. വാഗ്ദാനം ചെയ്ത് ജോലി നൽകിയില്ലെന്നും ഭക്ഷണവും വിശ്രമവും നൽകാതെ കുവൈറ്റ് സ്വദേശികളുടെ വീടുകളിൽ ജോലി എടുപ്പിച്ചുവെന്നും പരാതിക്കാരി പറയുന്നു. തനിക്കൊപ്പം ഏജന്റിന്റെ കെണിയിൽപ്പെട്ട നിരവധി യുവതികളുണ്ടെന്നും പരാതിക്കാരി പറയുന്നുണ്ട്. പരാതിക്കാരിയുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ജിജി തിരുവനന്തപുരം പറയുന്ന ആളെ പരിചയപ്പെടുന്നതും അവളെ ഖാലിദ് കാസർഗോഡിന് ഇടുക്കി കട്ടപ്പന ബിൻസി എന്ന് പറയുന്ന ആളെ എന്നെ പരിചയപ്പെടുത്തി എന്നെ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് 2-3 ദിവസം നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവരെ വീട്ടിലെ ജോലി എങ്ങനെയാണോ ഒരു അറബിയുടെ വീട്ടിൽ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുക, അതിനേക്കായി അപ്പുറമായിട്ട് ഇവരുടെ വീട്ടിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ നമുക്കതിന് സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു വീട്ടിൽ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ എന്തെല്ലാം പ്രശ്നം കാരണം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ 2-3 വീട് മാറി കൊണ്ടുപോയി. അപ്പോൾ ഇവർ ഏജൻസി തമ്മിൽ പ്രശ്നം കാരണം അവിടുന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിടുന്നു. എന്നിട്ട് ഇപ്പോൾ എന്നെ ഇവിടെ കൊടുത്തിട്ട് വേറൊരു ഏജൻസിയുടെ റൂമിൽ കൊടുന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അഥവാ ചിലപ്പോൾ ഞാൻ മരിക്കേ അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പോകുന്ന ഉത്തരവാദിത്വം ഖാലിദും ബിൻസിയും ജിജി ആയിരിക്കും. ചിലപ്പോൾ ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ അത്രയും മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ പോണത്. കാരണം എനിക്ക് നാട്ടിലും കയറി വരാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടെ ഡ്യൂട്ടിയോ കാര്യങ്ങളോ അതുമില്ല. എൻ്റെ മാനസിക അവസ്ഥ ഭയങ്കരമാണ്. അതുകൊണ്ട് ഇത് നിയമപാലകർ കണ്ട് ഇനി ഒരു ഏജൻസി ഇങ്ങോട്ട് പെൺകുട്ടികളെ ഇന്ത്യയിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരാൻ സമ്മതിക്കരുത്. കാരണം ഇവർക്കൊന്നും ഇവിടെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിപ്പം ഇക്ബാൽ ഉണ്ട്. ഇക്ബാൽ, കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത മനുഷ്യക്കടത്ത്, അതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ ആരാണ്, ഏത് ഏജൻസിയാണ് ഇത് ചെയ്യുന്നത്? ഈ നമ്മളോട് സംസാരിച്ച യുവതിയല്ലാതെ മറ്റു ചില യുവതികളെയും ഇതേപോലെ മനുഷ്യക്കടത്തിലൂടെ കുവൈറ്റിൽ എത്തിച്ചിട്ടുണ്ടെന്നും അവർക്ക് അവിടെ നരകതുല്യമായ ജീവിതമാണെന്നുമാണ് മനസ്സിലാക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് ഇക്ബാൽ? അരുൺ, അതായത് ഒരു അംഗീകൃത ഏജൻസി അല്ല. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു ഖാലിദിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ യുവതികളെ കേരളത്തിൽ നിന്നും കുവൈത്തിലേക്ക് എത്തിച്ച ഇത്തരത്തിലൊരു അടിമ ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. പാലക്കാട് വല്ലപ്പുഴ സ്വദേശിനിയുടെ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസമാണ് ഈ യുവതിയെ നല്ലൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദിന്റെ നേതൃത്വത്തിൽ കുവൈത്തിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ ഈ യുവതി കേരളത്തിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. കുവൈത്തിലേക്ക് എത്തിയ ഉടൻ തന്നെ ഖാലിദിന്റെ വീട്ടിലാണ് യുവതിക്ക് ആദ്യം ജോലി നൽകിയത്. അവിടെ വെച്ച് ശമ്പളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ യുവതിയുമായി ജോലി ചെയ്യിപ്പിച്ചു. പിന്നീട് യുവതി ആ ജോലി ചെയ്യാൻ തയ്യാറായില്ല എന്ന് വന്നതോടുകൂടി പിന്നീട് കുവൈത്ത് സ്വദേശിയായ ഒരാളുടെ വീട്ടിലേക്ക് ഈ യുവതിയെ മാറ്റുകയായിരുന്നു. അവിടെ വെച്ച് യുവതിക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതായത് ഭക്ഷണം ഉണ്ടായിരുന്നില്ല, മാത്രമല്ല അസുഖം വന്നപ്പോൾ ചികിത്സ പോലും നൽകിയിരുന്നില്ല, മരുന്ന് വാങ്ങാൻ പോലും സമ്മതിച്ചിരുന്നില്ല. അവിടെ 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിച്ചു. മാത്രമല്ല ഇവർക്ക് അതിനുള്ള ശമ്പളം പോലും നൽകുകയും ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് ആ വീട്ടിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ യുവതി തന്നെ ഈ കുവൈത്തിലേക്ക് കൊണ്ടുപോയ ഖാലിദിനെയും അതുപോലെ തന്നെ മറ്റാളുകളെയും വിളിച്ച് അറിയിക്കുന്നു. അതോടുകൂടി ഖാലിദ് ഈ യുവതിയെ പിന്നീട് ഖാലിദിന്റെ അവിടെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറ്റു ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നീട് 750 കുവൈറ്റ് ദിനാർ, അതിലധികം തുക തന്നാൽ മാത്രമേ നാട്ടിലേക്ക് കയറ്റി വിടൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4-5 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ നാട്ടിലേക്ക് കയറ്റി വിടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവതിയെ ഉൾപ്പെടെ നിരവധി യുവതികളെ ഇപ്പോൾ ഖാലിദിന്റെ നേതൃത്വത്തിൽ കുവൈത്തിലെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ തുടരണം. ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം, ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ ഭാര്യ എവിടെയാണ് എന്നാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? കുവൈറ്റില് ഫർവാനിയ എന്ന സ്ഥലത്താണ്. അവരിവിടെ ലോക്ക്ഡ് ആണോ, അതായത് അവിടെ പൂട്ടിയിട്ട നിലയിലാണോ? അതെ, പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ റൂമിൽ തന്നെ ഇപ്പം ഓൾറെഡി 8 പേര്, ആദ്യം മുമ്പ് 6 പേരുണ്ടായിരുന്നത്. ഇപ്പൊ 2 പേരോട് ഇന്നലെ വന്നിട്ടുണ്ട്. 8 പേര് പുറത്തെ ആൾ കാവലിലേക്ക് ഉണ്ടെന്നാ പറഞ്ഞു. തിരിച്ചു നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത്? തിരിച്ചു നാട്ടിലേക്ക് ഞാൻ ഇന്നലെ വരെ കൊണ്ടുപോയ കാലെന്ന് പറഞ്ഞാൽ അവര് വിളിച്ചായിരുന്നു. അവര് അങ്ങനെ അയക്കത്തില്ല, അവർക്ക് ഒരുപാട് നഷ്ടമുണ്ട്. അപ്പൊ ഈ ഖാലിദ് അങ്ങനെ നഷ്ടം സഹിച്ച ഒരാൾക്ക് അവിടെ അങ്ങനെ പറ്റില്ലല്ലോ, അവരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണ്ടേ? 750 KD എനിക്ക് ഇപ്പം തന്നെ ചെലവായി. അവളിവിടെ ഓരോ ദിവസം നിൽക്കുന്നതിന് അനുസരിച്ചിട്ട് എനിക്ക് ചെലവിന്റെ പൈസ മൊത്തമായിട്ട് അയച്ചു തന്നാൽ മാത്രമേ അവളെ കയറ്റി വിടുന്ന പറയുന്നത്. നിലവിൽ അവരുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും നിലവിലില്ല. ഒരു നേരം ഫുഡ് കിട്ടിയാൽ പാസ്പോർട്ട് കയ്യിലുണ്ടോ? പാസ്പോർട്ടും ഇല്ല. പാസ്പോർട്ട് ഈ ഖാലിദിന്റെ കയ്യിലാണോ? ഖാലിദിന്റെ കയ്യിലാണ്. ഞാൻ ഖാലിദിനോട്
സ്പോൺസറെ വീട്ടിലാണെന്നാ പറയുന്നത്. അല്ല അങ്ങനെ പറ്റില്ലല്ലോ. കാര്യം ഇവിടെ നിന്ന് അന്യായമായിട്ട് ഒരു മനുഷ്യക്കടത്ത് നടത്താൻ പറ്റില്ലല്ലോ. അവിടെ തടവിൽ വെച്ചേക്കുകയാണെന്നാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? അതെ അതെ. ഇപ്പം 23-ാം തീയതി തൊട്ട് കിടക്കാം. ഭക്ഷണമൊന്നും കിട്ടില്ലെന്ന് കേൾക്കുന്നു. ഒരു നേരം കിട്ടും. നൂഡിൽസിൽ വെള്ളം കലക്കിയ നൂഡിൽസിന്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു അവള്. അതാണ് കിട്ടിയെന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇതിൽ നിയമ നടപടിക്ക് പോയോ? പോലീസ് സ്റ്റേഷനിൽ മറ്റോ പരാതി കൊടുത്തോ? ഞാനിപ്പം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ എത്തി. ഞാൻ എറണാകുളത്ത് വന്നുകൊണ്ട് ഷൊർണൂർ എത്തി. ഡ്രൈവർ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോർക്കയിലേക്ക് പോയായിരുന്നു. നോർക്കയിലെ ചെയർമാനേക്കാണ് പരാതി കൊടുത്തിട്ട് അത് എംബസിക്ക് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എംബസിയിലേക്ക് അയക്കും. എംബസിയിലേക്ക് അയക്കും. ഓക്കെ. ഖാലിദിനെ വിളിക്കുമ്പോൾ ഖാലിദ് പറയുന്നത് പൈസ എത്ര തരണം എന്നാ പറയുന്നത്? 750 ദിനാറോ? 750 KD. 750 ദിനാർ പറയുമ്പോൾ അത് വലിയ തുകയാണല്ലോ. അതെ. അപ്പൊ അവള് ഓരോ ദിവസം അവിടെ നിൽക്കുന്നതിനനുസരിച്ച് അവന് ചെലവ് കൂടും. ആ ചെലവിന്റെ പൈസ കൂടെ തന്നാലാണ് അവളെ കയറ്റി വിടുന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മറ്റു സ്ത്രീകളും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അവളെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് 2 ആഴ്ച മുമ്പ് എംബസിയിൽ രക്ഷപ്പെട്ടിട്ട് എംബസിയിലെത്തി. എംബസി മുഖാന്തരം അവരെ 6 ദിവസം ഷെൽട്ടർ ക്യാമ്പിൽ നിർത്തിച്ചിട്ട് അവർ രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ നാട്ടിലേക്ക് എംബസി കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു കൊല്ലത്തെയും ഒരു അശ്വതി എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു സ്വദേശിനിയുണ്ട്. ഞാനൊന്ന് അശ്വതിയിലേക്ക് കൂടി പോയിട്ട് വരാം. അപ്പൊ എന്തായാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകൂ, പരാതി കൊടുക്കൂ. നമുക്ക് എംബസി വഴി നീക്കാൻ ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞങ്ങളും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും ബന്ധപ്പെടാം. താങ്ക് യു. ഇപ്പോൾ കൊല്ലം സ്വദേശിനിയായ അശ്വതി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏജന്റിന്റെ തട്ടിപ്പിൽപ്പെട്ട് കുവൈറ്റിൽ വീട്ടുതടങ്കലിലായിരുന്നു. ഇപ്പോൾ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അശ്വതി, ആരാണ് നിങ്ങളെ കൊണ്ടുപോയത്? ഇതേ ഖാലിദ് തന്നെയാണോ അശ്വതി? ഇല്ല, ഖാലിദ് അല്ല കൊണ്ടുപോയത്. ഖാലിദ് എന്ന് പറഞ്ഞത് എന്നെ കൊണ്ടുപോയ ആളുടെ മരുമോനാണ്. ഓ ശരി. കൊണ്ടുപോകുമ്പോ എന്ത് ജോലിയാ വാഗ്ദാനം ചെയ്തിരുന്നത്? നമുക്ക് ഹൗസ് മെയ്ഡായിട്ടാണ് അവിടെ നമുക്ക് പറയുന്നത്. നമുക്ക് ഹൗസ് മെയ്ഡ് എന്ന് പറയുന്നത് 3 ഒരു തസ്തികയായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, കുട്ടികളെ നോക്കലുണ്ട്. എത്ര രൂപ കൊടുത്തു അവിടെ കുവൈറ്റിലേക്ക് പോകാൻ? നമ്മൾ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ മെഡിക്കലിന്റെ കാശ് മാത്രം എന്റെ കയ്യിൽ നിന്ന്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോ എന്താ സംഭവിച്ചത്? അവിടെ എത്തി നമ്മളെ ഏജന്റിന്റെ വീട്ടിലാണ് കൊണ്ടുവന്നത്. ഏജന്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം നിർത്തിയിട്ട് എന്നെ അന്ന് വൈകിട്ട് തന്നെ ഒരു അറബിയുടെ വീട്ടിലോട്ട് മാറ്റി. ഞാനൊരു 3 മാസം അവിടെ ജോലി ചെയ്തു. നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ 24 hours ജോലി, ഫുഡില്ല. നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു റെസ്പോൺസും ഇല്ല. അവരുടെ വീട്ടിൽ തന്നെയായിരുന്നോ താമസവും? ആ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ഉപദ്രവങ്ങളില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ എംബസിയിൽ ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന കുട്ടികൾക്കെല്ലാം ഉപദ്രവങ്ങൾ വരെ ആ വീടുകളിൽ നിന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ ഈ ഖാലിദാണ് അഥവാ ഖാലിദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫാമിലി മൊത്തം ഉണ്ട്. ഖാലിദിന്റെ ബാപ്പ എന്നെ കൊണ്ടുപോയത് റഫീഖ് എന്ന് പറയുന്ന ഒരാളാണ്. റഫീഖ് ശമ്പളം കിട്ടിയതേ ഇല്ല. ഈ 3 മാസത്തെ പ്രതിഫലവും കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് ആ വീട്ടിൽ നിന്ന് ഞാൻ ഒരു മാസം ആകുമ്പോൾ ഞാൻ സാലറി ചോദിച്ചു തുടങ്ങും. സാലറി ചോദിച്ച് നമുക്കൊരു ഇപ്പൊ ഞാൻ ചെന്നത് ഒരു ഡിസംബർ 29 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ജനുവരി ഫുൾ കഴിഞ്ഞു. ഫെബ്രുവരി ഒരു 6-7 ആയപ്പോൾ ഞാൻ ചോദിച്ചു ഒരു 10 ആയപ്പോഴത്തേനും എനിക്ക് സാലറി തന്നു. എനിക്ക് 3 മാസത്തെ സാലറി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മടങ്ങാം എന്ന് പറഞ്ഞപ്പോ ഖാലിദ് എന്താ പറഞ്ഞത്? റഫീഖ് എന്താ പറഞ്ഞത്? അവര് പറയുന്ന ഒരു വാഗ്ദാനം എന്തെന്നറിയോ? ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ പോകാം. അപ്പൊ ഏജൻസിയുമായിട്ട് യാതൊരു ബന്ധവും ആ വീട്ടുകാർക്കില്ല. പക്ഷേ അപ്പൊ ഏജൻസി അവിടുന്ന് നമ്മളെ കൈയൊഴിയും. പിന്നെ നമുക്ക് നാട്ടിൽ വരാൻ പറ്റില്ല. ഞാനത് വിശ്വസിച്ച് സത്യം പറഞ്ഞാൽ നിന്ന് ഒരു 3 മാസം കഴിഞ്ഞ് അപ്പൊ പിന്നെ എനിക്ക് തീരെ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഫുഡില്ല. 2-3 ദിവസം നമ്മൾ ഒന്നും കഴിക്കാതെ കിടക്കേണ്ടി വന്ന അവസ്ഥ വന്നപ്പം ലാസ്റ്റ് ഞാൻ കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസി പറഞ്ഞു ശരി എന്നെ വിടാം, ഒരു 5 ദിവസത്തെ ലീവിന് വിടാം എന്നും പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഏജൻസി ചെന്നപ്പോൾ ഇയാൾക്ക് ഞാൻ ഒരു കുവൈറ്റ് ദിനാർ 750 കുവൈറ്റ് ദിനാർ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കയറി പോകുന്നത്. നമുക്ക് പിന്നീട് വീട്ടിൽ തടങ്കലെങ്ങാണ്ട് വാക്കിയോ അവിടെ? തീർച്ചയായിട്ടും എന്നെ ഒരാഴ്ചത്തോളം ഞാൻ അവിടെ വീട്ടുതലങ്കിലായിരുന്നു. നമ്മൾ മലയാളികൾ വേറെ ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ പോലും പറ്റില്ല. എന്നെ മാത്രം അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. അത് ഇച്ചിരി വിഷയമായി. ഞാനത് ഇഷ്യൂ ആക്കി. പിന്നെ അവിടുന്ന് നമ്മുടെ കുവൈറ്റിലെ KCC, അതായത് കേരളത്തിലെ ഈ ഫെഡറേഷൻ അങ്ങനെ പോലെ ഉണ്ടല്ലോ,
അവിടെയൊക്കെ കയറി ഭയങ്കര പ്രശ്നമായി. ഈ അവര് വന്നു. ഖാലിദിന്റെ വിവരം കൂടി ഒന്ന് ഞങ്ങൾക്ക് നൽകിയേക്കൂ. ഞങ്ങൾ ബന്ധപ്പെടാം അശ്വതിയെ. അവരുടെ മരുമകനാണ്. മനസ്സിലായി. റഷീദിന്റെയും ഈ റഫീഖിന്റെയും ഖാലിദിന്റെയും ചിത്രങ്ങൾ സഹിതം നമുക്കത് വാർത്തയായിട്ട് കൊടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഖാലിദും റഫീഖും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക. അത് മനുഷ്യക്കടത്താണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. കാസർഗോഡ് സ്വദേശിയാണ് ഈ ഖാലിദും റഫീഖും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അശ്വതി ഇപ്പോൾ സുരക്ഷിതയായിട്ട് തിരിച്ചു നാട്ടിലെത്തി അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസി ഉള്ളത് കൊണ്ട് ഞാൻ നാട്ടിലെത്തി. അതിൽ എനിക്കൊരു വലിയ നന്ദിയുണ്ട് അവരോട്. താങ്ക് യു. നമുക്ക് എന്തായാലും അവിടെ മറ്റൊരു യുവതിയും കൂടെ കുടുങ്ങി കിടപ്പുണ്ട്. ഇപ്പോൾ ശബ്ദം കേട്ടിട്ട് നമ്മൾ ആ യുവതിയുടെയാണ്. അവരെ കണ്ടിരുന്നോ നേരത്തെ? അതായത് ഞാൻ ഫസ്റ്റ് ടൈം എന്നെ ഈ ഒരാഴ്ചത്തെ അവിടെ ഇടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഹസീന അവിടെ ഉണ്ടായിരുന്നു, മറ്റേ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, മനസ്സിലായി. താങ്ക് യു. അശ്വതിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കൊല്ലം സ്വദേശിനിയാണ് അശ്വതി. ഈ ഖാലിദിന്റെയും റഫീഖിന്റെയും തട്ടിപ്പ് സംഘത്തിൽ അകപ്പെട്ടു പോവുകയും അങ്ങനെ വീട്ടുതടങ്കലിലാവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒട്ടേറെ ആളുകളെയാണ് കുവൈറ്റിലേക്കും ഒക്കെ മറ്റ് നാടുകളിലേക്ക് ഹൗസ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് നരകതുല്യമായ ജീവിതമായിരിക്കും. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതേപോലെ വീട്ടുതടങ്കലിലാക്കും എന്നുള്ളതാണ്. കാസർഗോഡ് സ്വദേശിയായ ഒരു ഖാലിദ്, ഒരു റഫീഖ്, ഈ രണ്ടുപേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ അവിടെ നിന്ന് മോചിപ്പിക്കുക. ഇതല്ലെങ്കിൽ അവരുടെ ചിത്രസഹിതം നമുക്ക് വാർത്ത സംപ്രേഷണം ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയാണ് നടത്തുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമാനുസൃതം നടത്തുക. നിങ്ങൾക്ക് നിയമവിരുദ്ധമായ ഒരാളെ തടങ്കലിൽ വെക്കാനുള്ള അധികാരമൊന്നുമില്ല എന്നുള്ളതാണ്. അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുത്തില്ല എന്നുള്ളത് ഒരു തെറ്റ്. 2, ഭക്ഷണം കൊടുക്കുന്നില്ല. 3, നിങ്ങൾ നാട്ടിൽ വരണമെന്ന് പറയുമ്പോൾ അവരെ പിടിച്ച് ഒരു മുറിയിലിട്ട് പൂട്ടുക എന്നുള്ളത് എന്ത് അധികാരത്തിന് പുറത്താണ് നിങ്ങളത് ചെയ്യുക? അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാസർഗോഡ് സ്വദേശിയായ ഒരു ഖാലിദും റഫീഖുമാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിദേശത്തേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഏജന്റുമാരുടെ തട്ടിപ്പിൽ നിങ്ങൾ പെടാതിരിക്കുക.